നമസ്കാരം. അമ്പലക്കമ്മിറ്റിയുടെ ഓരോ പണികളായിട്ട് രാവിലെ ഇറങ്ങിയതാ. ഭഗവതിയുടെ കാര്യമാകുമ്പോ തുടങ്ങുന്ന ഇവിടുന്ന് ആവണല്ലോ. വിഗ്രഹം സ്വർണം പൊതിയാൻ തന്നെ നിശ്ചയിച്ചു. നന്നായി. പ്രശ്നത്ത് കാണതാണ്. കാര്യമായിട്ടുള്ളൊരു സംഭാവന ഇവിടുന്ന് തന്നെ വേണ്ടിവരും. ദാനാർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ വയ്യാത്ത കാലത്ത് തന്നെയാണ്. അല്ല, കഷ്ടപ്പെടാണ്ട് പോണ്ടേ അല്ല ഒഴുകി. വയ്യാത്ത കാലായിന്ന് നീയാ നിശ്ചയിക്കാൻ? അല്ല, കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇപ്പോഴും ഇവിടുന്ന. ഞങ്ങൾ ഓടി നടന്ന് പറയണവരൊക്കെ ചെയ്തോളാം. 60 പവൻ സ്വർണം വേണമെന്നാ കണക്ക്. ആദ്യം നാട്ടുകാരുടെ പിരിവെടുക്ക. തികയാതെ വരണത് എന്താണെന്ന് നോക്കാം. ഊണ് കഴിഞ്ഞ എനിക്കൊന്നും മയങ്ങണം. പേരക്കുട്ടി വിരുന്ന് വന്നിരിക്കുന്നത് കേട്ടല്ലോ. നമ്മുടെ സ്വജനാണോ അതോ 4-ാം വയസ്സ് വിടുവോ? നിന്റെ തന്തയുടെ 16-ാം വേദം. ഞങ്ങൾ പിന്നെ വരാം. വരൂ. ഉണ്ടോ? ഇവിടുത്തെ ചോറും കൂട്ടാനും നിങ്ങൾക്കൊക്കെ പിടിക്കുവോ? അവിടെ അമ്മമ്മയുടെ പണ്ടങ്ങൾ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കട്ടെ മുത്തശ്ശ? അതിലെത്ര ആൾക്കായിപ്പോ നോട്ടം? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ഹലോ, ഞാൻ മിറണ്ട അല്ലേ? വെറുതെ തെക്കും മടക്കും നടക്കുന്ന നേരത്ത് അവനവന്റെ പറമ്പിലോ പാടത്തോ ഒന്ന് നോക്കുക. അത് ചെയ്യില്ല. അതിനപ്പോട്ടുണ്ടല്ലോ. ഉണ്ട്. എല്ലാ പണിയും പേറാൻ അങ്ങനെ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നടന്നാലെന്താ? താക്കോലിങ്ങ. നിന്റെ അച്ഛന്റെ കൊട്ട ശരിക്കും നടക്കുന്നുണ്ടല്ലോ. അത് ഇടയ്ക്ക് കേട്ടാലേ എനിക്കിപ്പോ ഉറക്കം വരുമെന്നായിട്ടുണ്ട്. പക്ഷെ ഈ ഉച്ച നേരത്ത് വേണ്ട. ഉണ്ണുന്നില്ലേ? വേണ്ടാന്ന്. അവൻ എവിടുന്നോ കഴിച്ചു അത്രേ. സിംഗപ്പൂരിൽ നിന്ന് ഡോക്ടറും ഭാര്യ എന്നത്ര വരണ അറിയില്ല. വാസന്തി എന്നോട് പോണതല്ലേ, അവരോട് ചോദിക്കേ. ജയനെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതാ. അവന്റെ ജാതകം ഇവിടെ വല്യമ്മയുടെ കയ്യിലുണ്ടോ ആവോ? നമുക്കൊന്ന് നോക്കിക്കായിരുന്നു ഡോക്ടർ വരുന്നതിന് മുമ്പേ. ഡോക്ടർ ഒന്നും അല്ല അയാള്, ഏതോ എസ്റ്റേറ്റിലെ കമ്പൗണ്ടറാ. ഇനി നിങ്ങളത് കൊട്ടിക്കൊഴിച്ചോളിൻ. എന്തായാലെന്താ, ഈ കണ്ട സ്വത്തൊക്കെ ഉണ്ടാക്കിയത് അവിടെ പണിയെടുത്തിട്ടല്ലേ. ആൺകുട്ടിയായിട്ട് ജയം മാത്രം. നമുക്ക് അതല്ലേ അറിയണ്ടു. അവിടങ്ങളിലൊക്കെ കമ്പൗണ്ടർമാർ കൊറേ സർവീസായ ഡോക്ടർ ആവുമായിരിക്കും ഇല്ലേ? ആവണം. എനിക്ക് വിവരം പോരാ. ആവും. അമ്മയുടെ പണ്ടങ്ങളിൽ നിന്ന് കുറച്ച് വല്ലതും തന്ന വാസന്തിക്ക് നേരത്തെ കഴുത്തിലേക്കും കാതിലേക്കും പുതിയ വല്ലതും ഉണ്ടാക്കിക്കായിരുന്നു. സിംഗപ്പൂരൊക്കെ പോകുമ്പം അതിന്റെ ഫാഷനിലൊക്കെ വേണ്ടേ? പെട്ടിയുടെ താക്കോല് ഇടുപ്പിൽ വെച്ച് നടക്കുന്നുണ്ടല്ലോ കാർക്കോടയൻ. പറഞ്ഞോ? അച്ഛന് ചുണ്ടുണ്ടെന്നേ ഉള്ളൂ. കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്യാണ്ടിരിക്കില്ല. ഒരു കുട്ടിക്കും കൂടി പങ്കിടേണ്ടി വരും. അത് പറഞ്ഞോ? ജയം വരുമ്പോ കുറെ നല്ല ടൈപ്സ് കൊണ്ടുവരാൻ എഴുതും. ഏട്ടൻ എഴുതിക്കൂടെ? രമയോട് പറ. വുഡ്ബിയാണ് കക്ഷി. ഓ, ഒരു വെഡിങ് കാണാലോ. ഇവരോരോന്ന് പറയുന്നുണ്ട്. ഞാൻ ആളെ കണ്ടിട്ടും കൂടി ഇല്ല. അത് പറഞ്ഞ ഇവിടെ ആരും കണ്ടിട്ടില്ല. അതാ തമാശ. പിന്നെങ്ങനെ? കാണാത്തൊരാൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? നോൺസെൻസ്. ദിസ് ഈസ് മംഗലപ്പടി വില്ലേജ്, നോട്ട് യുവർ ബോംബെ. ഐ ഹേറ്റ് ബോംബെ. അവിടുന്ന് രക്ഷപ്പെടാൻ ഹോവാർഡ് ജോൺസൺ ഇഷ്ടമാണോ? വേണ്ട. ശങ്കരാഭരണുണ്ടോ കളക്ഷനില്? യു മീൻ ആ ഭാഗവതർ മോഡൽ തരുന്ന കേട്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? വൈ നോട്ട്? ഞാൻ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒന്നുമല്ലല്ലോ ജനിച്ചു വളർന്നത്. ഇപ്പൊ കർണാട്ടിക് അറിയുമെന്ന് നടിക്കുന്നതും ഒരു വലിയ ഫാഷൻ ആയിട്ടുണ്ടല്ലേ. ചിലർക്ക്. പഠിക്കുന്നുണ്ടോ? ഇവൾ ഈർന്നു മുറിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതാണോ ശങ്കരാഭരണം? അല്ല, ഹംസധ്വനി. പപ്പ നിർബന്ധിച്ചപ്പോ ഞാനും 4 കൊല്ലം ഇരുന്നു കൊടുത്തു. പാവം പപ്പ.
പപ്പയ്ക്ക് എന്തെല്ലാം കമ്പങ്ങളായിരുന്നു. ചീട്ടാക്കിയത് 5 കതിനാ പിടിക്കാം. 4 കേട്ടുള്ളൂ കുമാര. ആര് പറഞ്ഞു? 2 ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാവും. അതിൽ പിശുക്ക് ലാഭം ഉണ്ടാക്കണോടൂ. ഒരു വഴിപാടല്ലേ. താൻ എന്തു പറഞ്ഞാലും 4 പൊട്ടിയിട്ടുള്ളൂ. വേണമെങ്കിലേ കുച്ച എണ്ണി നോക്കിക്കോളൂ. ഭഗവതി ശരിക്കും 5 പൊട്ടി കേട്ടിട്ടുണ്ടാവും. അതുപോലെ വരിക വരിക. കോള് വന്നിട്ടുണ്ടല്ലോ വീട്ടില്. എങ്ങനെ സാധനം ഇവിടെ. അസാധ്യം മുതലാ. ഇടുക്കി സ്പെഷ്യല്. സ്കൂൾ പിള്ളേർക്ക് കൊടുക്കുന്നത് സാധാ അട്ടപ്പാടിയാ. നിനക്ക് സ്പെഷ്യലാ. പഴയ ബാക്കി താൻ എനിക്ക് ഇങ്ങോട്ട് എന്തോ തരാനുണ്ട്. അതിനെ അനിൽമോനെ, നീ പരീക്ഷ നന്നാവാൻ അന്നേ 5 കഥയിലൂടെ വെച്ചില്ലേ? എടോ ഇവിടെ ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും ആളെങ്ങനെ? ഓ, ഞാൻ മിണ്ടാൻ പോയില്ല. അവിടെയുണ്ട്. അത് പറ്റില്ല. അമ്മാവന്റെ മോളല്ലോ. അതിലൊരു അവകാശമില്ലേ? വിഷിച്ചാൽ വിത്തുടാനും അമ്മാവന്റെ മോളെ സംബന്ധം. ശിവ ശിവ ശിവ. കദീന വടി വഴിപാട്, കദീന വടി വഴിപാട്, കദീന വടി വഴിപാട്, അവസ്മാന ഏകം പാത, കദീന വടി വഴിപാട്. ആദിന്തത്തില്ലത്തെ തത്തമ്മ കല്യാണം, കല്യാണ പെണ്ണിന് ചൂടാൻ കല്യാണിപ്പൂ വേണം. ആദിന്തത്തില്ലത്തെ തത്തമ്മ കല്യാണം, കല്യാണ പെണ്ണിന് ചൂടാൻ കല്യാണിപ്പൂ വേണം. പൂമാരൻ ചെക്കന് കരളിൽ പൂത്തല്ലോ പൊന്നോണം, പൊന്നോണത്തിരുമുറ്റത്തൊരു പൂ പന്തലുയർത്തേണം, പൊന്നോണത്തിരുമുറ്റത്തൊരു പൂ പന്തലുയർത്തേണം. പൂന്തേൻ മഴ പുതുമഴ പെയ്താ പൂപ്പന്തൽ കുതിരേണം, പൂന്തേൻ മഴ പുതുമഴ പെയ്താ പൂപ്പന്തൽ കുതിരേണം. പൂപ്പന്തലിൽ വേളിപ്പെണ്ണൊരു പുലർകാലം തീർക്കേണം, പൂപ്പന്തലിൽ വേളിപ്പെണ്ണൊരു പുലർകാലം തീർക്കേണം. ആദിന്തത്തില്ലത്തെ തത്തമ്മ കല്യാണം, കല്യാണ പെണ്ണിന് ചൂടാൻ കല്യാണിപ്പൂ വേണം. കല്യാണ ഒരു 4 കുടം കള്ളുകൂടെ തരുമ്പോഴേ കളി മുറുള്ളൂ. രാത്രി പൊടി പൂരാവും. കൊയ്ത്ത് പാടത്ത് കണ്ടപ്പ പെണ്ണിന് 10 മാറ്റ്, ഞാറ് നടുമ്പോൾ പെണ്ണാച്ചേറിയിലെ താമരപ്പൂ, മിന്നു കോരുക്കാൻ ചെറുമ പെണ്ണിന് കന്നിനിലാവ്, കുപ്പി വിളക്ക് കടം കൊടുത്തു മകര പഞ്ചമി. തിന്നോ. കുരുമുളക അപ്പോഴും പഠിച്ചില്ലേ? 5 വരെ. 5-ൽ 3 കൊല്ലം ഇരുന്നപ്പോ നിർത്തി. ബുദ്ധി അത്ര കേമാണ്. അല്ല, കുട്ടി അപ്പേട്ടൻ എന്ന് വിളിക്കുമ്പോ എന്തോ ഒരു അപ്പേട്ടൻ കുട്ടിയെ കുട്ടിന്നൊക്കെ വിളിക്കുമ്പോ എനിക്കും എന്തോ ഒരു മിറാണ്ട എന്നൊക്കെ വിളിക്കാൻ ഒരു സുഖമില്ല. പേരിട്ടത് അങ്ങനെയാണ്. പപ്പ വിളിച്ചിരുന്നത് മീര എന്നായിരുന്നു. അത് അസല് പേരല്ലേ, അത് മതി. കാട്ടുമിറാണ്ടി വേണ്ട. ഇത് ശ്മശാനാണ്. അയ്യോ, അറിഞ്ഞില്ല. ഞാൻ കടന്നതുകൊണ്ട്. ഏയ്, ഒന്നുമില്ല, പറഞ്ഞു മാത്രം. അവിടെയാണ് അമ്മമ്മയെ ദഹിപ്പിച്ച്. അവിടെ എന്റെ അമ്മ. എനിക്കന്ന് 8 വയസ്സാ. പപ്പയുടെ ആൽബത്തില് ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. പപ്പയുടെ ചെറുപ്പകാലത്തെ.
അതില് അപ്പേട്ടൻ അമ്മയില്ല, വാസന്തിയുടെ അമ്മയുണ്ട്. അമ്മ അടുക്കളയിലായിരുന്നു ഏത് നേരവും. ഫോട്ടോ എടുക്കുമ്പോ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പേട്ടന്റെ അച്ഛൻ നമ്പൂതിരിയാ, ഇപ്പോഴുണ്ട്. കാണാറില്ലേ? ഏയ്, കണ്ടാ തന്നെ എന്നെ അറിയുമെന്ന് സംശയ. ഹൗ ഇസ് ദാറ്റ്? അതെന്താ? മൂസാമ്പൂരിക്ക് വേളിയും മക്കളും ഒക്കെ ഇല്ലേ ഇല്ലത്ത്, പിന്നെ തന്നെ ഞാൻ കാണാൻ പോണം. നല്ല ഭംഗിയുള്ള സ്ഥലം. പഴയ ആൾക്കാരൊക്കെ കിടക്കുന്ന സ്ഥലാ. ഇവിടെ റബ്ബർ വെക്കാൻ ഒരു പരിപാടിയും കൊണ്ട് ഇളയച്ചൻ വന്നു. മുത്തച്ഛൻ സമ്മതിച്ചില്ല, ഞാനും. അച്ഛൻ ഒരു നല്ല ക്യാരക്ടർ അല്ലേ, ഇപ്പോഴും സ്ട്രോങ്. മംഗലത്തുകാർക്ക് മരിച്ചാലെങ്കിലും സ്വൈരായിട്ട് കിടക്കാൻ ഒരു സ്ഥലം വേണ്ടേ? താൻ അതിനെ സമ്മതിക്കില്ലെന്ന് ചോദിച്ച് മുഖത്തൊരു ആട്ടം കൊടുത്തു മുത്തച്ഛൻ. ബ്യൂട്ടിഫുൾ പ്ലേസ്. കൂലി കൊടുക്കേണ്ട സമയമായി. സന്ധ്യ നേരത്തോടെ ഒറ്റയ്ക്കണ്ട, വരൂ. അപ്പേട്ടൻ നടന്നോളൂ. ആ, അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം മാധവം ഗോപികാവല്ലഭം ജാനകി നായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം. ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദജം സന്തതേ. രാജേന്ദ്രൻ സാർ അടുത്താണെല്ലാം. ഗുഡ്. വഴി കാണിച്ച് കൂടെ വന്നപ്പോ സംസാരത്തിൽ നിന്ന് ഗസ് ചെയ്തു. യു ആർ സംവൺ സ്പെഷ്യൽ ഫോർ ഹിം, സോ ഹീസ് യുവർ മാൻ. അയ്യോ, ആരോടും പറയില്ലേ. വൈ? ഹീസ് നൈസ്, എഡ്യൂക്കേറ്റഡ്. എനിക്ക് നല്ല ഇംപ്രഷനാ തോന്നിയത്, കുറച്ച് സമയം കൊണ്ട് തന്നെ. പക്ഷേ സാർ വേറെ ജാതിപ്പെട്ട ആളല്ലേ, അതാ പേടി. സിംഗപ്പൂരത്തെ ആൾക്കാർ വരും, അത് അവരുടെ പ്ലാനിങ് അല്ലേ. ഫോർഗെറ്റ് ഇറ്റ്. ആരെ മാരി ചെയ്യണം നിശ്ചയിക്കേണ്ടത് അവരാണോ? അയ്യോ പതുക്കെ, അമ്മ കേൾക്കണ്ട. ഐ സിംപ്ലി കാൻറ്റ് അണ്ടർസ്റ്റാൻഡ്. സം ഫെലോ ഇൻ സിംഗപ്പൂർ. അയാൾ വാസന്തി കണ്ടിട്ടില്ല, വാസന്തി അയാളെ കണ്ടിട്ടില്ല. അയാളുടെ വല്യമ്മ ചെറിയമ്മ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ വാസന്തിയുടെ അമ്മയും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്യുന്നു. ദ ഹോൾ തിങ് ഈസ് സ്റ്റുപ്പിഡ്. വാസന്തി കടക്കാറായില്ലേ? അയ്യോ അമ്മ, പോ വേഗം പോ. കറണ്ട് ചാർജിന്റെ കടലാസ് വരുമ്പോഴേ അറിയൂ. വരൂ. ഗുളിക കഴിച്ചോ? മനസ്സിൽ പ്രാർത്ഥിച്ചുറങ്ങിക്കോളൂ. അതെ, അതിസാമർഥ്യം പാടില്ല. നിന്റേതാ ഇവിടെ ഉണ്ട്. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടിയാലേ രണ്ടിനെ പുറഞ്ഞാൻ പൊളിക്കും. തിന്നോ. അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ. നിങ്ങൾ നാളെ തന്നെ വക്കീലായിട്ടൊന്ന് കണ്ട് വിവരം അറിയണം. കിടക്കാൻ നോക്ക്. ഒന്നും കാണാണ്ടാവില്ല പെണ്ണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഇപ്പം മിണ്ടാതെ പൂച്ചമാതിരി പതുങ്ങി കിടക്കുന്നത് നോക്കണ്ട. തള്ളയെ പറ്റി കുറെയൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങള്. തള്ളയുടെ സ്വഭാവം ആവണമെന്നില്ലല്ലോ അവക്ക് കിട്ടിയത്. ക്രോധം വരുമ്പോഴാ എന്റെ ഭാർഗവിക്ക് കൂടുതൽ ഐശ്വര്യം. എത്ര കാലായി ഗ്രാസ് തുടങ്ങിയിട്ട്? ഗുഡ് സ്റ്റഫ്. നോക്കണം. വേണ്ട, അത്ര മോഡേൺ ആയിട്ടില്ല. യു മീൻ യു നെവർ ട്രൈഡ്? എനിക്ക് ഉറക്കം വരുന്നതിൽ പോയി കിടക്കൂ. You know, according to our Nair custom, no, system. പ്രയാസമാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും മതി, മനസ്സിലാവും. നായർ സിസ്റ്റത്തില് നീ എന്റെ മോറപ്പെണ്ണ. അറിയാം. പോയി കിടക്കൂ. ഐ വാണ്ട് ടു കിസ് യു. അനിൽ, നിനക്ക് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ട്? ഗെറ്റ് ഔട്ട്. ചട്ടക്കാരി പെണ്ണുങ്ങളെ പാചകത്തൊക്കെ എനിക്കറിയാം. ചുമ്മാ ഗെറ്റ് ഔട്ട്. യു ഗെറ്റ് ഔട്ട് ഫസ്റ്റ്. ബ്ലഡി ആംഗ്ലോ ഇന്ത്യൻ ബീച്ച്. നീ ഇപ്പൊ എങ്ങനെ വിടുന്നു? ഇവിടെ നിനക്ക് എന്താ അവകാശമാണ്? നിനക്കുള്ളത്രയൊക്കെ അവകാശം അവക്കുണ്ടെന്ന് വെച്ചോ. അവന് പലപ്പോഴും സ്വയബോധം ഉണ്ടാവാറില്ല. സാരാക്കണ്ട. അപ്പേട്ടൻ പറഞ്ഞപ്പോഴാ അവകാശത്തിന്റെ കാര്യം ഞാൻ ആലോചിച്ചത്. ശരിയാണ്, ആലോചിച്ചാൽ തെറ്റൊന്നുമില്ല. ആശുക്കുട്ടി എവിടെ? അച്ഛന്റെ അടുത്താ. എന്നോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു ചെറിയമ്മ.
ആശക്കുട്ടിക്ക് പേടിയാവാതിരിക്കാൻ ഞാൻ എന്താ ഇവിടെ കിടക്കാറ്. കിടന്നോളൂ, എനിക്കും പേടിയില്ലാതെ ഒന്ന് ഉറങ്ങാലോ. ആ. മകരച്ചൊവ്വയ്ക്ക് അമ്പലത്തില് കാളവേലയുണ്ട്. ഇക്കുറി കേമ. മീര കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ ബോംബെക്ക് മടങ്ങും. ഞാൻ നിന്ന എല്ലാവർക്കും പ്രോബ്ലം ആയിരിക്കും അല്ലേ? ഏയ്, അതുകൊണ്ടല്ല. ഞാൻ ബോംബെക്ക് മടങ്ങുന്നില്ല. പിന്നെ എവിടേക്കാ പോകണ്ടെന്നറിയില്ല. പോകാനൊരു സ്ഥലം വേണ്ട. എനിക്ക് ആരുമില്ല. ആരും. ഞാനുണ്ട്. ഞങ്ങൾ എല്ലാരും ഉണ്ട്. Hi, Mummy. Came early? Uncle Rubello. Hi, Miranda. How are you? Fine, thank you. Come join us for a drink. No, thanks. I'll tell her. She'll be delighted. Oh, she's a wonderful kid. Charming. I'll be a wonderful dad to her. But... Come on, please. No, not now. You are impossible. Hey, little girl, where are you? Ah, there you are. I have a little surprise for you. We are getting married. Aren't you happy? Come, give me a kiss. എന്താ നീ ഒന്നും മിണ്ടാത്തത്? മാനേഴ്സ് വേണ്ടേ? അടുത്ത സൺഡേ തന്നെ നടത്താന്ന് ഡിസൈഡ് ചെയ്തു. What's this blah, blah, blah? Tell me, are you speaking Madrasi? Not Madrasi, dear. A bit of Malayalam. But please, you wait there. Okay. അങ്കിളിന് ഇപ്പോ ഓൺ ബിസിനസ് ആണ്. സ്വന്തം ഫ്ലാറ്റ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യാനേ പോണ്ടെന്ന് പറഞ്ഞു. He really loves me. Really? Yes. And I love him. റിയൽ ലവ് ആണെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വരുന്ന വേറെ 2-3 ക്യാരക്ടേഴ്സ് ഇല്ലേ? ഏതാ മമ്മിയുടെ റിയൽ ലവ്? യു Tessie. Yes, coming.